വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം പാഠ്യപദ്ധതിയുടെ മതേതര സ്വഭാവത്തിന് ഭീഷണി. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാക്കുമെന്ന് പറഞ്ഞുള്ള എതിർപ്പ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തൊക്കെ കോലാഹലങ്ങൾ സൃഷ്ടിച്ചതാണ്. എന്നാൽ അധികാരത്തിലെത്തി 2 മാസം പിന്നിടുമ്പോൾ അതേ പദ്ധതിയോട് കോൺഗ്രസിന്റെ സമീപനം മാറുന്നു. കേന്ദ്രവുമായി ഒപ്പുവെച്ച ധാരണാപത്രം നിയമപരമായി സർക്കാരിനെ ബാധിക്കുന്നുവെന്നാണ് പുതിയ വിശദീകരണം. സാങ്കേതികത്വവും സാമ്പത്തിക പ്രതിസന്ധിയും പറഞ്ഞ് നിലപാട് മാറ്റിയതോടെ ഇവിടെ UDFന്റെ രാഷ്ട്രീയ സത്യസന്ധതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഭരണത്തിലേറും വരെയും തെറ്റായിരുന്ന ഒരു പദ്ധതി ഇപ്പോൾ ശരിയാകുന്നത് എങ്ങനെയാണ്? PM ശ്രീയുമായി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞ UDF കൺവീനർ ലീഗ് കണ്ണുരുട്ടിയപ്പോൾ മലക്കം മറിഞ്ഞോ? പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ആനുകൂല്യങ്ങൾ കേന്ദ്രം വെട്ടിക്കുറയ്ക്കുമെന്ന കോൺഗ്രസിന്റെ വാദം പച്ചക്കള്ളമാണോ? ലീഗിന്റെ എതിർപ്പ് മറികടന്ന് സർക്കാരിന് പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ? PM ശ്രീ ഇപ്പോൾ ആരെയാണ് വെട്ടിലാക്കിയിരിക്കുന്നത്? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ്, CPM നിന്ന് അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ, CPI നേതാവ് TT ജിസ്മോൻ, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി AS അഖിൽ എന്നിവരാണ്. ആദ്യം ഷമ്മാസിലേക്കാണ്. ഷമ്മാസ്, ഇടതു സർക്കാർ ഒപ്പിട്ട കരാറിനെ നേരത്തെ നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വിമർശിച്ചതാണ്. ഇന്ന് അതേ കരാർ നടപ്പാക്കുമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വൈരുദ്ധ്യമല്ലേ? പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ സമ്മതിക്കുന്നുണ്ടോ? അല്ല, ഏതെങ്കിലും തരത്തിൽ ഈ കരാർ ഇപ്പോൾ നടപ്പിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടില്ല. വളരെ കൃത്യമായി തന്നെ തുടക്കം മുതൽ ഈ വിഷയത്തിലുള്ള ആശങ്ക UDFും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും, അത് ദേശീയ തലത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാവ്യവൽക്കരണത്തിന്റെയും ചില ഹിഡൻ അജണ്ടകൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഈ PMC പദ്ധതി നടപ്പിലാക്കുന്നതെന്നും അതിൽ ചില ഒളിച്ചു കടത്തലുകളൊക്കെയുള്ള ശ്രമങ്ങളും സാധ്യതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പദ്ധതിയെ എതിർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ആ നിലപാട് തന്നെയായിരുന്നു നേരത്തെ ഞങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞ ഭരണപക്ഷത്തിരിക്കുമ്പോഴാണെങ്കിലും വളരെ കൃത്യമായി ഈ പദ്ധതി എതിർക്കുന്ന ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ പറ്റിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? നേരത്തെ LDF ഗവൺമെന്റ് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുമ്പോൾ സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും അറിയാതെ ഘടകകക്ഷികളായിട്ട് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടുള്ള ഘടകകക്ഷികൾ പോലും അറിയാതെ ഇന്നിപ്പോ ഞങ്ങൾ UDFൽ ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ പാർട്ടി വിവിധ കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്പരം സംസാരിക്കുന്ന സാഹചര്യമൊക്കെ UDF അധികാരത്തിലുള്ളപ്പോഴുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ മന്ത്രിസഭയിലിരിക്കുന്ന സ്വന്തം സഹപ്രവർത്തകരായ മന്ത്രിമാർ പോലും അറിയാതെ, മറ്റ് ഘടകകക്ഷി മന്ത്രിമാർ പോലും അറിയാതെ ഒളിച്ചു പോയി ഒപ്പിട്ട് വന്ന് ഈ സംസ്ഥാനത്തിന്റെ എല്ലാ താല്പര്യങ്ങളും അടിയറവ് വെച്ചിട്ട് ഈ പറഞ്ഞ കൃത്യമായി RSSനും സംഘപരിവാറിനും നരേന്ദ്രമോദി ഗവൺമെന്റിനും കീഴിൽ അടിയറവ് വെക്കുന്ന സാഹചര്യം ഉണ്ടായത് CPM ഭരിക്കുന്ന സമയത്താണ്. CPM അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റും അത് എന്ത് നീക്കുപോക്ക്, സാമ്പത്തിക താല്പര്യം, സാമ്പത്തിക ഞെരുക്കം എന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായി എന്തായിരുന്നു ഈ വിഷയത്തിലുള്ള താല്പര്യം എന്നുള്ളത് കൃത്യമായി ബോധ്യമായിരുന്നത് പ്രകടമായിരുന്നു. അത് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതും. എന്നാൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ MOU ഉൾപ്പെടെ സൈൻ ചെയ്ത് നിൽക്കുന്ന, കരാറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് എങ്ങനെ പിറകോട്ട് പോകാൻ വേണ്ടി കഴിയും, അതിന്റെ നിയമസാധ്യതകൾ എത്രത്തോളമാണ്, അതിന്റെ സാങ്കേതികമായ വശങ്ങൾ ഏതൊക്കെയാണെന്ന രീതിയിലേക്ക് ഇനി ഈ കരാർ നടപ്പിലാക്കേണ്ടി വന്നാൽ തന്നെ ഉള്ള അതിന്റെ നിബന്ധനകൾ അനുസരിച്ചുള്ള, വ്യവസ്ഥകൾ അനുസരിച്ചുള്ള എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കഴിയും, ഏതൊക്കെ വിഷയങ്ങളിൽ സ്റ്റേറ്റിന് അതിൻ്റെതായ രീതിയിൽ ഇടപെടാൻ കഴിയുമെന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനുൾപ്പെടെ വേണ്ടിയിട്ടാണ് ഈ മന്ത്രിതല ഉപസമിതിയെ ഉൾപ്പെടെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയത്. ആ ഉപസമിതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ശ്രീ PC വിഷ്ണുനാഥും ശ്രീ M ലിജുവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഉപസമിതി കൃത്യമായി കാര്യങ്ങൾ എല്ലാ വശങ്ങളും പഠിച്ച് മന്ത്രിസഭയിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുകയും അത് UDF ഉൾപ്പെടെ കൂടിയാലോചിച്ചൊരു തീരുമാനമെടുത്ത് ഏത് രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു തീരുമാനം എടുക്കുമല്ലോ PMC പദ്ധതി നേരത്തെ LDF സർക്കാർ ഒപ്പിട്ടതനുസരിച്ച് അതേപടി നടപ്പിലാക്കുമെന്നോ? അങ്ങനെയാണെങ്കിൽ ഷമ്മാസ് പറഞ്ഞു കഴിഞ്ഞ സർക്കാരിന്, ഇടതു സർക്കാരിന് വീഴ്ച പറ്റി, തെറ്റുപറ്റിയെന്ന്. ആ തെറ്റ് നിങ്ങൾ ആവർത്തിക്കുകയല്ല, തെറ്റ് തിരുത്തുകയല്ലോ. അതായത് താങ്കൾ തന്നെ സൂചിപ്പിച്ചു, മന്ത്രിസഭ ഉപസമിതിയുടെ തീരുമാനം വരെയും ഒരു ഉചിതമായ തീരുമാനമെടുക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ആ ഉപസമിതിയുടെ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ സർക്കാരിന്റെ പഴയ കരാറിനെ മുൻനിർത്തി PMCയുമായി പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ഇന്നലെ UDF കൺവീനർ പറയുന്നു. ഇന്ന് ലീഗ് വിരട്ടിയപ്പോൾ നിലപാട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പദ്ധതിയിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്?
ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണല്ലോ. ഈ പദ്ധതിയെ സംബന്ധിച്ച് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു എന്നും അത് പൊതുമധ്യത്തിൽ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് ഇപ്പൊ പിണറായി വിജയനെ പോലെ വി ശിവൻകുട്ടിയെ പോലെ ഇതിനകത്ത് എന്തെങ്കിലും ഒളിച്ചു കടത്താനൊന്നുമില്ല. ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ പുതിയതായി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് PMCയിൽ ഒരു കരാർ ഒപ്പിടാൻ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങളുടെ ഏതെങ്കിലും വകുപ്പ് സെക്രട്ടറിമാർ ഈ പറഞ്ഞതുപോലെ മന്ത്രി മേലോട്ട് നോക്കുകയും മന്ത്രി അറിഞ്ഞില്ലെന്ന് പറയും, സെക്രട്ടറി ഒപ്പിട്ടാന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഭരണാധികാരികളോ UDFന്റെ വിദ്യാഭ്യാസ മന്ത്രിയോ പോയിട്ടില്ല. യഥാർത്ഥത്തിൽ ആരാണ് ഈ പ്രതിസന്ധിക്ക് യഥാർത്ഥത്തിൽ ഉത്തരവാദി? ഇതിന്റെ കുറ്റക്കാരാണ്? കൃത്യമായി പിണറായി വിജയനും ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, ഈ പറഞ്ഞ ചില വ്യക്തിപരമായ അജണ്ടകളുടെ പുറത്ത്, രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്ത് കൃത്യമായ ഡീലിന്റെ അടിസ്ഥാനത്തിൽ ഇത് പോയി ഒപ്പിട്ടതിന്റെ പ്രത്യാഘാതം ഇന്ന് അനുഭവിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹമാണ്. അതിന്റെ എല്ലാ പാപഭാരവും UDF ഗവൺമെന്റിന്റെയും UDFന്റെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും തലയിൽ കൊണ്ടിടാനുള്ള ആ നീക്കം വിലപ്പോകില്ല. കൃത്യമായി ഇതിനകത്ത് ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ ഉത്തരവാദി, അതിന്റെ ഇപ്പൊ നിലനിൽക്കുന്ന എല്ലാ തരത്തിലുള്ള ആശങ്കകൾക്കും അടിത്തറയിട്ടത് LDF ഗവൺമെന്റ് ആണ്. ആ ഉത്തരവാദിത്വം അവരേക്കട്ടെ. എന്നിട്ട് ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോഴും ആ കരാറിന്റെ ഭാഗമാണല്ലോ. തീർച്ചയായും അതിന് ഷമ്മാസിന്റെ ആരോപണത്തിന് മറുപടി പറയേണ്ടത് CPM നേതാവ് മനീഷ രാധാകൃഷ്ണനാണ്. മനീഷ, ഇവിടെ യഥാർത്ഥത്തില് ഈ പദ്ധതി ഒളിച്ചു കടത്തിയത് കഴിഞ്ഞ സർക്കാർ എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ ഇതിനെ ഒരു ന്യായീകരണമായി ഉന്നയിക്കുന്നതും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഇത്തരം ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത്, കരാറിൽ MOUയിൽ ഒപ്പിട്ടതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസ് അതൊരു വാദമായി ഉന്നയിക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ PM ശ്രീ പദ്ധതി സംസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധമെന്ന് ഇപ്പോൾ CPM പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ 2024 നിങ്ങളുടെ സർക്കാർ എന്തുകൊണ്ടാണ് ആ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? മനീഷ, അതായത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇതിന് പ്രത്യേകിച്ച് ന്യായീകരണങ്ങളൊന്നും ഇനി അവർക്ക് നിരത്താൻ കഴിയില്ല. കാരണം ഈ വിഷയത്തിൽ എന്നല്ല, ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഈ സർക്കാരിന് ഒരു വിഷയത്തിലും, പ്രതിപക്ഷത്തിരുന്നപ്പോൾ എടുത്ത ഒരു വിഷയത്തിലും പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് എന്ന് ഈ 70 ദിവസം കഴിയുമ്പോൾ ഓരോ ദിവസവും നമുക്ക് വ്യക്തമായി മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താ ഇവിടെ വിഷയം? ഇടതുപക്ഷ സർക്കാർ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ല എന്നും ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഒപ്പുവെച്ചത് ഒരു MOU മാത്രമായിരുന്നു എന്നും, MOU എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു ധാരണാപത്രം മാത്രമായിരുന്നു എന്നും, PM ശ്രീ പദ്ധതി ഒരു ധാരണാപത്രം ഒപ്പുവെച്ചാൽ മാത്രം നടപ്പാവില്ല എന്നും, അത് കഴിഞ്ഞാൽ 3 ക്രൈറ്റീരിയാസ് വീണ്ടും ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട് എന്നും, അതത് സർക്കാരുകൾ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ ലിസ്റ്റ് കേന്ദ്ര സർക്കാരിന് നൽകണമെന്നും കേന്ദ്ര സർക്കാർ അത് അംഗീകരിക്കണമെന്നും അതത് സർക്കാരുകൾ അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഏതൊക്കെ സ്കൂളുകളാണ് ഇതിൽ അർഹമാവുക എന്ന് പരിശോധിക്കണമെന്നും സ്കൂളുകൾ ഇൻസ്പെക്ട് ചെയ്യണമെന്നും ഒക്കെയുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ സർക്കാർ ഒപ്പുവെച്ചിരുന്നത്, ഇടതുപക്ഷ സർക്കാർ ഒരു ധാരണാപത്രം മാത്രമായിരുന്നു ഒപ്പുവെച്ചിരുന്നതെന്നും അത് നമുക്ക് ലഭിക്കേണ്ട SSKയുടെ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്നും 20 ദിവസത്തിന് ശേഷം തന്നെ ഞങ്ങൾ ഈ കരാറിൽ നിന്നും പിന്മാറുന്നു എന്ന് കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് എന്നും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാർ 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല എന്നും ഇതൊരു ധാരണാപത്രം മാത്രമായതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇടതുപക്ഷ സർക്കാരിനോ ഇനി വരുന്ന സർക്കാരിനോ ഈ കരാറിൽ നിന്നും പിന്മാറാനുള്ള എല്ലാ അധികാരവും ഉണ്ട് എന്നും ഇടതുപക്ഷ സർക്കാരും സർക്കാരിന്റെ പ്രതിനിധികളും പല തവണ പല വിധത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അപ്പോ കഴിഞ്ഞ ഒക്ടോബർ മാസം മുഖ്യമന്ത്രി VD സതീശൻ ഏതാനും ദിവസങ്ങൾക്ക് സ്വീകരിച്ചത് 106 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. അതിൽ 99 കോടി വാങ്ങി 1100 കോടി ഇനി കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുണ്ടെന്നാണ്. അതായത് കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ആര് പറയുന്നതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? മനീഷ, അത് തന്നെയാണ് എന്റെയും അത്ഭുതം. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് എന്റെയും അത്ഭുതം. ഒരു സർക്കാരിന്, ഒരു സർക്കാരിന്റെ തലവന്, ഒരു സർക്കാരിലെ, ഒരു കേരളത്തിലെ, ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇങ്ങനെ പച്ചക്കള്ളം മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയൊക്കെ മുമ്പിൽ മുഖത്ത് നോക്കി പറയാൻ കഴിയാം? നോക്കൂ, VD സതീശൻ മുഖ്യമന്ത്രി നമ്മളോടൊക്കെ പറയാണ് 92 കോടി രൂപ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വാങ്ങിക്കഴിഞ്ഞുവെന്ന്. തൊട്ടു പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറയാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാർ 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല എന്ന്. ഇനി ഈ സർക്കാർ അധികാരത്തിലേറ്റത് മുതൽ അവരെടുത്തിരിക്കുന്ന ഒരു പ്രത്യേക അജണ്ട എന്താന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവരെടുത്തിട്ടുള്ള നിലപാടുകളിൽ മുഴുവൻ അവർ മലക്കം അറിയുന്നത് കൊണ്ട് അവർക്ക് പൊതുജനങ്ങൾക്ക് മുമ്പിൽ ചില ക്ലാസിക് ആയിട്ടുള്ള നുണകൾ പറഞ്ഞ് അത് PR ഡിപ്പാർട്ട്മെന്റ് വഴി പ്രചരിപ്പിക്കുക എന്നുള്ളൊരു നയമാണ്. ആ നയത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ 2 MP-മാർ അവരുടെ പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യസഭയിൽ പോയി 2 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ഒന്നാമത്തെ ചോദ്യം
PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ വാദത്തെ സാധൂകരിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതിക്കൊണ്ടാണ് ജെബി മേത്തർ MP രാജ്യസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു. PMCയുമായി ബന്ധപ്പെട്ട് 1 രൂപയെങ്കിലും എത്ര രൂപയാണ് ഇടതുപക്ഷ സർക്കാർ വാങ്ങിയിട്ടുള്ളത് എന്ന്. അപ്പോൾ രാജ്യസഭയിൽ നിന്ന് ലഭിച്ച മറുപടി എന്താ? PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1 രൂപ പോലും ഇടതുപക്ഷ സർക്കാർ വാങ്ങിയിട്ടില്ല എന്നാണ്. പിന്നെയും വീണ്ടും എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അവരുടെ സർക്കാരിനെ അല്ലെങ്കിൽ വി ഡി സതീശൻ സർക്കാരിനെ ആ സർക്കാർ മുന്നോട്ട് വെക്കുന്ന നുണകളെ സാധൂകരിക്കാൻ അതിന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് മറ്റൊരു MP രാജ്യസഭയിൽ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു. ഈ പദ്ധതിയിൽ നിന്നും ഞങ്ങൾക്ക് ഒരു കാരണവശാലും പിന്മാറാൻ കഴിയില്ലല്ലോ അല്ലേ? ഇത് ഇടതുപക്ഷ സർക്കാർ MOU ഒപ്പിട്ട് പോയതുകൊണ്ട് പുതിയതായി വന്ന സർക്കാരിന് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലല്ലോ അല്ലേ എന്നാണ് രാജ്യസഭയിൽ ചോദിച്ചത്. അപ്പോൾ രാജ്യസഭയിൽ നിന്ന് കൊടുത്ത മറുപടി എന്താ? ഇതൊരു MOU മാത്രമാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഈ കരാറിൽ നിന്ന് പിന്മാറാനുള്ള അവകാശവും അധികാരവും അതത് സർക്കാരുകൾക്കുണ്ട്. ഒരു ക്ലോസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, PMCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടില്ല എന്ന്. അപ്പൊ ഈ സർക്കാരിന് എന്താ കഴിയാത്തത്? ഇടതുപക്ഷ സർക്കാരിന് എന്താ കഴിഞ്ഞത്? PMCയുമായി ബന്ധപ്പെട്ട ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് MOU 20 ദിവസത്തിനകം ഒരു കത്ത് കേന്ദ്രത്തിന് കണ്ടിട്ടാണ് പിന്നെ നിങ്ങൾ പോയി ഒപ്പിട്ടത്? എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് പോയി ഒപ്പിട്ടത്? ഇതൊക്കെ എത്ര തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഏത് സാഹചര്യത്തിലാണ് ഇതിലൊരു MOU? മനീഷ, അതായത് അങ്ങനെയെങ്കിൽ ഈ വ്യവസ്ഥകളൊന്നും MOU ഒപ്പിടുന്നതിന് മുൻപ് ഈ വ്യവസ്ഥകളൊന്നും അന്നത്തെ മന്ത്രിമാർ അല്ലെങ്കിൽ CPM പരിശോധിച്ചിരുന്നില്ലേ? അതിപ്പോൾ തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, അവിടെ കാവ്യവൽക്കരണമാണെന്ന് പറയുന്നുണ്ട്. ടോം, അതിപ്പോഴല്ല തെറ്റാണ് എന്ന് പറയുന്നത്. ഈ MOU ഒപ്പിടുന്ന സാഹചര്യം എന്തായിരുന്നു? നമുക്ക് അർഹതപ്പെട്ടൊരു ഫണ്ട്, അത് SSKയുമായി ബന്ധപ്പെട്ട ഫണ്ടാണ്. SSKയുടെ ഫണ്ട് എന്താണ്? കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഫണ്ടാണ്. ഈ ഫണ്ടിൽ നിന്നാണ് ഏതാണ്ട് 7000 കോടി രൂപയോളം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ടത്. ഈ ഫണ്ടിൽ നിന്നാണ് നമുക്ക് ഏതാണ്ട് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക്, SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ അവരുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വിനിയോഗിക്കേണ്ടത് ഈ ഫണ്ടിൽ നിന്നാണ്. ഏതാണ്ട് 1,92,000 അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് ഈ SSKയുടെ ഫണ്ടിൽ നിന്നാണ്. ഈ ഫണ്ട് നമുക്ക് ഓരോ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട അവർക്ക് വിദ്യാഭ്യാസ നിയമപ്രകാരം ലഭിക്കേണ്ട ഫണ്ടാണ്. ആ ഫണ്ട് തരില്ല എന്ന് കേന്ദ്ര സർക്കാർ കേരളത്തോട് പറയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കേന്ദ്ര സർക്കാർ 2020 മുന്നോട്ട് വെച്ച നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ആ പോളിസി നടപ്പാക്കാൻ പറ്റില്ല എന്ന് ആദ്യമായി പറഞ്ഞ സംസ്ഥാനം കേരളമാണ്. അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നയങ്ങളെയൊക്കെ പൊളിക്കുന്നതിന് വേണ്ടി അതിന് ബദൽ നയങ്ങൾ ഈ സർക്കാർ കൊണ്ടുവന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ കരിക്കുലത്തിൽ വലിയ മാറ്റം ഉണ്ടായപ്പോൾ അവർ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ, ഗാന്ധിവാദം ഉൾപ്പെടെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം പുസ്തകം അച്ചടിച്ചിറക്കി അത് കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് പരീക്ഷയിൽ അവരോട് ചോദ്യമായി ചോദിച്ച് കുട്ടികളെ കൊണ്ട് ഉത്തരം എഴുതിച്ചൊരു സർക്കാരാണ്. അതിനുള്ള ചങ്കൂറ്റം കാണിച്ചൊരു സർക്കാരാണ്. അങ്ങനെ ഒരു സർക്കാർ ഇന്ത്യയിൽ ആദ്യമായി നിലപാടെടുത്തപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അർഹതപ്പെട്ട SSKയുടെ വിഹിതം തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അവരോട് കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ്. SSK എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട പണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ എന്ത് ചെയ്തു? സർക്കാർ MOU ഒപ്പിട്ടു എന്നുള്ള സർക്കാർ സമ്മതിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, MOU അല്ല PMC പദ്ധതി നടപ്പാക്കുന്നത്. MOU എന്നാൽ എന്താണ്? ഒരു എഗ്രിമെന്റ് പോലും അല്ല, ഒരു ഓഫറോ ഒരു അക്സെപ്റ്റൻസോ ഒരു കൺസിഡറേഷനോ ഇല്ല. അവിടുത്തെ ആ MOU വെക്കുന്നത് ഒരു ധാരണ മാത്രമാണ്. അത് കോൺക്രീറ്റ് ആയിട്ടുള്ള നിലപാടുകളല്ല എന്നുള്ളത് ഒരു നിയമ വിദഗ്ധരെ, നിങ്ങൾക്ക്, ഞാനും ഒരു അഭിഭാഷകയാണ്, എനിക്കും ഇതിനെക്കുറിച്ച് പറയാൻ കഴിയും. ഒരു MOU ഒപ്പിട്ടത് കൊണ്ട് PMC പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ? കഴിയില്ല. SSKയുടെ ഫണ്ട് വരുന്നതിന് വേണ്ടി മാത്രം നമ്മളത് ചെയ്തു. അത് ചെയ്തതിന് ശേഷം 20 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളിത് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തു. ഇപ്പോ UDFന്റെ പ്രതിനിധി, യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ പ്രതിനിധി അത് എന്തുകൊണ്ടാണ് അന്ന് CPMന് മനീഷ അന്ന് CPMന് അത് മരവിപ്പിക്കേണ്ടി വന്നത്? നിങ്ങളുടെ ഘടകകക്ഷികൾ തന്നെ എതിർപ്പുന്നയിച്ചപ്പോഴാണ്, LDF തന്നെ എതിർപ്പ് ഉയർന്നപ്പോഴാണ്. എന്തായാലും മനീഷയിലേക്ക് എത്താം. അതിനു മുൻപ് CPI നേതാവ് ശ്രീ ജിസ്മോനിലേക്ക്. ജിസ്മോൻ, യഥാർത്ഥത്തിൽ അന്ന് മന്ത്രിസഭയെ പോലും അറിയിക്കാതെയാണ് ആ ധാരണാപത്രത്തിൽ സർക്കാർ ഒപ്പുവെച്ചത്. പക്ഷെ പിന്നീട് CPI ആണ് ആദ്യമായി എതിർപ്പറിയിക്കുന്നത്. CPI അന്ന് എതിർപ്പ് അറിയിച്ചില്ലായിരുന്നു. ഒരു പക്ഷേ അന്നത്തെ ഇടതു സർക്കാർ ആ പദ്ധതി നടപ്പാക്കില്ലായിരുന്നോ ജിസ്മോൻ? ജിസ്മോൻ മ്യൂട്ടാണെന്ന് തോന്നുന്നു, അൺമ്യൂട്ട് ചെയ്യാമോ?
താങ്കൾക്ക് പറയാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജിസ്മോൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാമോ? പറയാം ജിസ്മോൻ പറയാം. യെസ്. അപ്പൊ ഇത് കേൾക്കാം, CPI കാണുന്ന ഒരു വിഷയമാണ്. ഒന്ന്, UDFന്റെ ഈ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് എന്താണ്, കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, ലീഗിന്റെ നിലപാട് എന്താണെന്നാണ് ഇപ്പൊ കേരളം ഒരുപക്ഷെ ആകാംക്ഷയോട് നോക്കി കാണുന്ന ഒരു കാര്യം. അതിനകത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നുള്ളതിനെ കുറിച്ചെല്ലാം കൃത്യമായി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു. PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷനാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ലീഗിനെ കൂടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് പറയാനുള്ളത്, LDFന്റെ ചുമലിൽ ചാരി അത് രക്ഷപ്പെടേണ്ട സാഹചര്യമല്ല. ഇവിടെ നേരത്തെ മനീഷ സൂചിപ്പിക്കുകയുണ്ടായി, യാതൊരു കാരണവശാലും LDF ഗവൺമെന്റ് ഇത് നടപ്പിലാക്കിയിട്ടില്ല. ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടില്ല, LDF ചർച്ച ചെയ്തിട്ടില്ല. ഇന്നൊരു പക്ഷേ ജബീർ മേത്തറും അല്ലെങ്കിൽ വഹാബുമെല്ലാം പാർലമെന്റിനകത്ത്, രാജ്യസഭയ്ക്കകത്ത് ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി, കേരളം PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ടോ എന്നുള്ളത്. കേരളം PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് ജിതേന്ദ്ര ചൗധരി കേന്ദ്രമന്ത്രി തന്നെ അവർക്ക് മറുപടി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ മറുപടി ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നടപ്പാക്കാത്ത ഒരു കാര്യങ്ങളെ കുറിച്ച് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന KM ഷാജിയുമെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ PM-ശ്രീ പദ്ധതിയിൽ LDF ഗവൺമെന്റ് ഒപ്പിട്ടു എന്നുള്ളതാണ്. അപ്പൊ ക്യാബിനറ്റ് അറിയാതെ, LDFനകത്ത് ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് ഒരു പദ്ധതിക്കകത്ത് ഒപ്പിടാൻ കഴിയുന്നത്? MOU-നകത്ത് ഒപ്പിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ MOU എന്ന് പറയുന്നത് ഒരു ധാരണ പത്രം മാത്രമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, അതൊരു പദ്ധതിയല്ല എന്നുള്ളതാണ്. അതിന് സ്കൂളുകൾ സെലക്ട് ചെയ്ത് കൊടുക്കണം, അതിന്റെ മറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം നടപ്പിലാക്കണം. അതൊന്നും കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല, 22 ദിവസം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജിസ്മോൻ, അതായത് ആ MOU-ൽ ഒപ്പിട്ടത് തെറ്റല്ല എന്നാണോ CPI ഇപ്പോഴും പറയുന്നത്? അന്ന് നിങ്ങളാണല്ലോ ഇതിനെ എതിർത്തത്. MOU-ൽ പോലും LDF ഗവൺമെന്റ് ഒപ്പിടാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ള നിലപാടാണ് AIVF-നുള്ളത്, CPI-ക്കുള്ളത്. അതുകൊണ്ടാണ് MOU-ൽ ഒപ്പിട്ടപ്പോൾ തന്നെ അതിനെതിരെ ശക്തമായി നിലപാടെടുത്തത്. കാരണം ഈ PM-ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ NEP-യുടെ പൈലറ്റ് പ്രോജക്റ്റ് ആണെന്നുള്ളതും കേന്ദ്ര ഗവൺമെന്റിന്റെ വർഗീയ അജണ്ടകൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാനുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണെന്നുള്ളതാണ് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. കർണാടകയിൽ അവിടെ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കി 590 സ്കൂളുകൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്. തെലങ്കാനയിൽ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കി 794 സ്കൂളുകൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു അവിടുത്തെ ഗവൺമെന്റ്. ഹിമാചൽ പ്രദേശിൽ പിന്നെ UDF കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്ന സമയത്ത് നടപ്പിലാക്കി 194 സ്കൂളുകൾ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കോൺഗ്രസ് പറയുകയാണ് ഞങ്ങൾ PM-ശ്രീക്ക് എതിരാണ് എന്നുള്ളത്. ഈ പറയുന്ന 3 സംസ്ഥാനങ്ങളിലും ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ്, നടപ്പിലാക്കിയതിനു ശേഷമാണ് കേരളത്തിൽ MOU-ൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് LDF-നെതിരായി വലിയ സമരങ്ങൾ നടത്തി. ഞങ്ങൾ ആ സമരത്തെ എല്ലാം സ്വാഗതം ചെയ്തതാണ്. AIVF-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ആ സമരത്തെ എല്ലാം സ്വാഗതം ചെയ്യാൻ ആത്മാർത്ഥമായ നിലപാടാണ് VD സതീശനും KM ഷാജിക്കും രമേശ് ചെന്നിത്തലയ്ക്കും എല്ലാം ഉള്ളതെങ്കിൽ, അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഈ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കാതിരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അന്ന് അതിനെ പറയുകയും, അന്ന് എന്തെല്ലാമാണ് പറഞ്ഞത്, അറബിക്കടലിൽ ഞങ്ങൾ വലിച്ചെറിയും, UDF അധികാരത്തിൽ വന്നാൽ ഇത് അറബിക്കടലിൽ വലിച്ചെറിയുമെന്നാണ് പറഞ്ഞത്. കാരണം ഗാന്ധിയെ വലിച്ചെറിഞ്ഞ നെഹ്റുവിനെ മാറ്റി നിർത്തുന്ന ഒരു പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് UDF-ന്റെ നേതാക്കളാണ്. ഇന്നിപ്പോൾ അവര് അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം, നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, UDF അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. നമ്മുടെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗവർണർ ഇടപെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കമാന്നൊരു അക്ഷരം ഇടുവാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകാത്ത ഒരു സാഹചര്യം. അപ്പൊ വിദ്യാഭ്യാസ മേഖലയെയും കേരളത്തിന്റെ എല്ലാ വകുപ്പുകളും RSS-ന്റെയും സംഘപരിവാറിന്റെയും അജണ്ടകൾക്ക് ഒരുപക്ഷെ കീഴ്പ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അജണ്ടകൾക്ക് മുന്നിൽ പോയി താണു വണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി അദ്ദേഹം ഇവിടെ ഈ ചർച്ചയിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്, MOU ഇപ്പൊ നിലവിലില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ PM-ശ്രീ നടപ്പാക്കിയപ്പോൾ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്, കേരളത്തിൽ എതിർക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഉയർത്തുന്നത്. ഒരു ഇരട്ടത്തപ്പല്ലേ? സ്വാഭാവികമായും ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് പ്രതിനിധിയാണ്. അതിനു മുൻപ് BJP പ്രതിനിധി ശ്രീ അഖിലിലേക്ക്. അഖിൽ,
ഈ PM ശ്രീ ഒരു RSSന്റെ അജണ്ട നടപ്പാക്കാനുള്ള ഒരു നീക്കമെന്നാണ് ഇവിടെ ഇടതുപക്ഷവും അതോടൊപ്പം ലീഗും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. യഥാർത്ഥത്തിൽ PM ശ്രീ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണോ അതോ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനുള്ള മറ്റൊരു മാർഗമാണോ, ഒരു നിങ്ങളുടെ ഒരു ഹിഡൻ അജണ്ടയാണോ എന്നതാണ് പ്രധാനമായി അറിയേണ്ടത്. അതോടൊപ്പം എന്തിനാണ് ഈ പദ്ധതിയെ UDFും LDFും എതിർക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. അവർ ആരെയാണ് ഭയപ്പെടുന്നത്, എന്തിനെയാണ്? അതായത് ലീഗിന്റെ എതിർപ്പ് മൂലമാണ് ഇപ്പോൾ UDF അല്ലെങ്കിൽ കോൺഗ്രസ് നിലപാടിൽ ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുന്നത്. ഇതിൽ എതിർപ്പ് അറിയിക്കുന്ന കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ ലീഗ് ആയാലും ഇടതുപക്ഷമായാലും സാധാരണ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം ലഭിക്കണ്ട എന്ന ഒരു ഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പറഞ്ഞ് എതിർപ്പറിയിക്കുന്ന പിണറായി വിജയൻ്റെ CPM ആയാലും ബിനോയ് വിശ്വത്തിൻ്റെ CPI ആയാലും അവരുടെയൊക്കെ മക്കൾ പഠിക്കുന്നത് എവിടെയാണ്? ഈ പിണറായി വിജയൻ്റെ കൊച്ചുമകൻ പഠിക്കുന്നത് തിരുവനന്തപുരത്തെ സർവോദയ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അതായത് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ പറഞ്ഞ ജസ്മോൻ ഇതെല്ലാ അവകാശവാദവും ഉന്നയിച്ച ജസ്മോൻ്റെ പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ എവിടെയാണ് ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും? എവിടെയാണ് മകളും ജോലി ചെയ്യുന്നതൊക്കെ? എന്തിനാണെന്ന് ഇങ്ങനെ വന്നിരുന്ന് കള്ളം പറയുന്നത്? നമ്മൾ സ്വയം ആദർശം പറയുമ്പോൾ ജീവിതത്തിൽ ആദർശം നടപ്പിലാക്കിയിട്ടാണ് മറ്റുള്ളവന് കിട്ടേണ്ട ആനുകൂല്യം തടഞ്ഞുകൊണ്ടുള്ള ഈ ആദർശം പറയേണ്ടത്. പിന്നെ ഈ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് അതൊരു നിലപാടില്ലാത്തൊരു മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ പിൻതലമുറക്കാരനാണ്. ഞാൻ പറഞ്ഞോട്ടെ എന്ന് ജസ്മോനെ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നും ഞാൻ ഇടപെടാതിരുന്നത്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ എന്ത് കള്ളം വേണമെങ്കിലും പറഞ്ഞോ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ കിട്ടുന്ന സുഖം, ജസ്മോൻ്റെ ജില്ലയായ ആലപ്പുഴയിൽ നിന്നും ഒന്ന് യാത്ര ചെയ്ത് കണ്ണൂർ കടന്ന് അവിടെ മാഹിയിലേക്ക് പോയാൽ, അങ്ങ് AYFയുടെ സംസ്ഥാന സെക്രട്ടറി ആണല്ലോ, അങ്ങ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കണ്ണൂരിൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയാൽ കണ്ണൂരിൽ നിന്ന് മാഹി പാലം കടന്ന് ഒന്ന് മാഹിക്ക് അപ്പുറത്തേക്കുള്ള ആ പാലത്തിനും അപ്പുറത്തുള്ള മാഹി ഉസ്മാൻ സ്കൂളിലേക്കൊന്ന് പോകണം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കാവ്യവൽക്കരണം ഉണ്ടോ എന്ന് അങ്ങ് ഒന്ന് പരിശോധിക്കണം. അവിടുത്തെ കുട്ടികൾ ക്ലാസ് മുറിയിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അങ്ങ് ഒന്ന് മനസ്സിലാക്കണം. ആ കുട്ടികൾ അനുഭവിക്കുന്ന സുഖം എന്താണ് എന്ന് അങ്ങ് ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ അങ്ങയുടെ നാടായ ആലപ്പുഴയിലും ഹരിപ്പാട്ടിലെയും സ്കൂളിലെ കുട്ടികൾക്കും അത്തരത്തിലുള്ള ഗുണം നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കണമെന്നൊരാഗ്രഹം അങ്ങയുടെയും മനസ്സിലുണ്ടാകുള്ളൂ. ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി അങ്ങയും അങ്ങയുടെ പാർട്ടിയും ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കുന്ന ഒരു നിലപാടാണ് PM ശ്രീ എതിർക്കുന്നതിലൂടെ ഉണ്ടായത്. കഴിഞ്ഞ തവണ അങ്ങ് പറഞ്ഞൊരു രസകരമായ ഒരു കാര്യം, PM ശ്രീ ധാരണാപത്രം മാത്രമാണ്, LDF ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ മന്ത്രി അതിൽ പോയി ധാരണാപത്രത്തിൽ ഒപ്പിടുകയും അതിൻ്റെ ഭാഗമായി സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായി കിട്ടേണ്ട 92.41 കോടി രൂപ വാങ്ങി വരികയും ചെയ്ത ഒരു സാഹചര്യം ഈ കേരള നാട്ടിലുണ്ടായിരുന്നു. അങ്ങയുടെ മന്ത്രിമാർ അറിയാത്തതുകൊണ്ടും അങ്ങയുടെ ഘടകകക്ഷികൾ അറിയാത്തതുകൊണ്ടും മാത്രമാണ് അത് കിട്ടിയതെന്ന ചില അടക്കം പറച്ചിലുകൾ ശിവൻകുട്ടിയും അടക്കമുള്ള മന്ത്രിമാർ ഈ നാട്ടിൽ പറഞ്ഞതുമെല്ലാം നമ്മളുടെ ഓർമ്മകളുടെ വിഭൂതിയിലുണ്ട് ജസ്മോനെ. പിന്നെ ഇവിടെ നിഷേധിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു തുകയും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല. ഒരു MOU മാത്രമാണ് അത്. നിങ്ങളുടെ മന്ത്രി തന്നെ, കേന്ദ്രമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. അതായത് PM ശ്രീയിൽ നിന്ന് പിന്മാറിയാൽ കാര്യമായി ഒന്നും സംഭവിക്കില്ല. അതായത് PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുകയോ ചേരാതിരിക്കുകയോ ചെയ്താൽ PM ശ്രീയുടെ ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകൂ എന്നാണ് വിശദീകരിക്കുന്നത്. അതായത് PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ആനുകൂല്യവും കേരളത്തിന് ലഭ്യമായിട്ടില്ല എന്നല്ലേ കേന്ദ്രമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല, നിങ്ങൾ വാക്കുകൾക്കിടയിൽ വായിച്ചെടുക്കേണ്ട. ഈ PM ശ്രീയുടെ ധാരണാപത്രത്തിൽ ആദ്യഘട്ടത്തിൽ ഒപ്പിട്ട് കേരള സർക്കാരിന് സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി ലഭിക്കേണ്ട 452.04 കോടി രൂപയിൽ ഒന്നാം ഗഡു എന്ന നിലയ്ക്ക് 92.41 കോടി രൂപ ഈ കേരള സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. കേരള സർക്കാരിന് അതിൽ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്രം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവുമെല്ലാം അത് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ പൈസ കിട്ടി, ഇത് മികച്ച പദ്ധതിയാണ്, PM ശ്രീ മികച്ച പദ്ധതിയാണ് എന്ന് ആദ്യം പറഞ്ഞത് അത് യുവമോർച്ചയോ BJP ആയിരുന്നില്ല, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടിയാണ് പറഞ്ഞത്. എന്തേ കേരളത്തിലെ കുട്ടികൾ PM ശ്രീ പദ്ധതി പ്രകാരം പഠിച്ചാൽ കുഴപ്പം എന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി കേരളത്തിലെ V ശിവൻകുട്ടി ചോദിച്ച ചോദ്യം. എഴുതിയ തലക്കെട്ട് ദേശാഭിമാനി, PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കിയാൽ കിട്ടുന്ന ഗുണം അത് സാധാരണക്കാരൻ്റെ മക്കൾക്ക് എന്നതാണ് എഴുതിയ ഹെഡിങ്.
ഇപ്പോൾ ഇവർ മലക്കം മറിയുന്നത് ഇത് രാഷ്ട്രീയ അജണ്ടയാണ്. അത് കോൺഗ്രസ് ആയ UDF ആയാലും CPM-ഉം CPI-യും അടങ്ങുന്ന LDF ആയാലും ഇവർ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി പെരുമാറുന്നത് കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവർ ഈ കോൺഗ്രസിന്റെ ഇപ്പോൾ ഈ ലീഗുകാർ കണ്ണുരുട്ടിയതിന്റെ ഭാഗമായി ടോമെ ഒരു മിനിറ്റ് ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുള്ളൂ. ഒറ്റ കാര്യം കൂടി. മലക്കം മറിഞ്ഞത് കോൺഗ്രസ് അല്ല, CPM മലക്കം മറിയുന്നു എന്നല്ലേ ആരോപണം? അല്ല, ഞാൻ ഇപ്പോ ആദ്യഘട്ടത്തിൽ ഒന്നാമത് ഈ കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമെന്ന 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ചോദ്യോത്തര വേളയിൽ തന്നെ അടിയന്തര പ്രമേയം വരുമ്പോഴും ചോദ്യോത്തര വേളയിൽ വരുമ്പോഴും ഒക്കെ തന്നെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എല്ലാം പറഞ്ഞത് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് സർക്കാരിനുള്ളത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം ഇന്നലെ ആദ്യത്തെ UDF യോഗം ചേരുന്ന സമയത്ത് UDF കൺവീനർ ഔദ്യോഗികമായി UDF-ന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കേണ്ട UDF കൺവീനർ പത്രസമ്മേളനം നടത്തി തിരുവനന്തപുരത്തെ പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞത് ഈ PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നതാണ്. പക്ഷെ ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് UDF-ന്റെ ഒരു വൈസ് ചെയർമാനായിട്ടുള്ള ആ UDF-ലെ 100 MLA-മാരിൽ 24 MLA-മാർ മാത്രമുള്ള ലീഗിൻ്റെ ഒരു പാർലമെന്ററി പാർട്ടി നേതാവ് കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി വന്ന് ഒരു പ്രസ്താവന നടത്തുമ്പോഴേക്കും മലക്കം മറിയുന്ന തരത്തിലേക്ക് കോൺഗ്രസ് എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ പറയുന്നു, ഒന്നാം ഈ പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാമത്തെ പ്രധാന കക്ഷിയുടെ എതിർപ്പിനെ തുടർന്നാണ് PM ശ്രീ മുടങ്ങിയത് കേരള നാട്ടിലെങ്കിൽ UDF സർക്കാരിൻ്റെ കാലത്തും രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ പേരിൽ ഈ രണ്ടാനമ്മ നയത്തിൻ്റെ ഭാഗമായിട്ട് ഇതാ കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയും കേരളത്തിലെ കുട്ടികൾ അനുഭവിക്കേണ്ട ആ വിദ്യാഭ്യാസം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് PM ശ്രീ പദ്ധതി പ്രകാരം. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രകാരമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ PM ശ്രീ പദ്ധതി പ്രകാരം കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുണ്ട്. CBSE സിലബസ് പഠിപ്പിക്കുന്ന 1470 സ്കൂളുകൾ PM ശ്രീ പദ്ധതി പ്രകാരം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. CIC ഈ എഡ്യൂക്കേഷൻ പദ്ധതി പ്രകാരം, അതായത് കൗൺസിൽ ഫോർ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ്റെ ബോർഡ് പ്രകാരം പ്രവർത്തിക്കുന്ന 170 സ്കൂളുകൾ ഈ കേരളത്തിൽ PM ശ്രീ പ്രകാരം പ്രവർത്തിക്കുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ പ്രകാരം 310 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര വിദ്യാലയത്തിൻ്റെ ഭാഗമായി 41 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജവഹർ ഈ നവോദയ വിദ്യാലയത്തിൻ്റെ ഭാഗമായി 14 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സൈനിക് സ്കൂളുകളിൽ 4 സൈനിക് സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ 2009ഓളം സ്കൂളുകൾ കേരളത്തിൽ PM ശ്രീ പ്രകാരം നടത്തുന്നുണ്ട്. ഈ 2009 സ്കൂളുകളിലേക്കും കുട്ടികളെ അയക്കുന്ന രക്ഷകർത്താക്കളുടെ ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് വന്ന് അവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും രക്ഷകർത്താക്കൾ BJP-ക്കാർ മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ RSS-ന്റെ അനുകൂലികളുടെ മക്കൾ മാത്രമല്ലല്ലോ. ഞാൻ പറഞ്ഞ ഈ 2009 സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത് എന്തേ അവർ പറയുന്നില്ല? ഇവിടെ PM ശ്രീ പ്രകാരം അത് കേന്ദ്ര വിദ്യാഭ്യാസത്തിൻ്റെ ഈ പഠന പ്രകാരം കേരളത്തിൽ ഒരു RSS അജണ്ടയാണ് തിരുമുകി കയറ്റുന്നതെന്ന് ഒരു രക്ഷകർത്താവും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നില്ലല്ലോ. അങ്ങനെ പണമുള്ളവൻ്റെ സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കാൻ പോകുമ്പോൾ ഈ നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ അടക്കം ഇതുപോലത്തെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ സാധാരണക്കാരനായ കർഷകൻ്റെയും കർഷക തൊഴിലാളികളുടെയും കട്ട ചുമക്കുന്നവൻ്റെയും സാധാരണക്കാരൻ്റെയും മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിലേക്ക് 14,000-ഓളം വരുന്ന സർക്കാർ സ്കൂളുകളിലേക്ക് ഇത് വേണ്ടെന്ന് പറയുന്ന എന്ത് രാഷ്ട്രീയമാണ് ഈ കോൺഗ്രസിനും CPM-നും CPI-ക്കും പറയാനുള്ളതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വിഷയമാണ്. ഒരു വശത്ത് ഇവിടെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത്. നിങ്ങളുടെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി, മുൻ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചത് ഇത് മികച്ചൊരു പദ്ധതിയാണ്, എന്തുകൊണ്ടാണ് ആ തുക വേണ്ടെന്ന് വെക്കേണ്ടത് എന്ന ചോദ്യം അദ്ദേഹം നേരത്തെ ഉന്നയിച്ചതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ CPM അല്ലേ മലക്കം മറിഞ്ഞിരിക്കുന്നത്? മനീഷ, എന്ത് ചോദ്യമാണ് ഈ ചോദിക്കുന്നത്? BJP-യുടെ പ്രതിനിധിയുടെ പറയാണ് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി ഇടതുപക്ഷ സർക്കാർ 96 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് SSKയുടെ ഫണ്ടായിട്ട് 92. അതെ, ഏത് ശരി 92 എങ്കിൽ ഉറച്ചു നിൽക്കുക. PM ശ്രീ പദ്ധതിയും നിങ്ങൾ പറയുമ്പോ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ, നിങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഇനി അവസരം ലഭിക്കുമല്ലോ, നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് എനിക്ക് പറയാൻ കാര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ എന്റെ മര്യാദ പൂർവ്വമാണ് പെരുമാറുന്നത്. അതെ, അപ്പോ ഇവിടെ BJP-യുടെ പ്രതിനിധി പറയണ്ടായി 96 കോടി രൂപ, 92 അല്ല 96 എന്ന് അദ്ദേഹം പറയുന്നു, 96 കോടി രൂപ സർക്കാർ PM ശ്രീയുടെ ഭാഗമായി ഇടതുപക്ഷ സർക്കാർ കൈപ്പറ്റി എന്നാണ് പറയുന്നത്. അപ്പോ യഥാർത്ഥത്തില് ഒന്നെങ്കിൽ കേന്ദ്ര സർക്കാർ കള്ളം പറയാണ്, കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ കള്ളം പറയാണ്. നമുക്കെല്ലാം അറിയാം, ഞങ്ങൾ ഇടതുപക്ഷ സർക്കാർ
ഈ സർക്കാർ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വരെയും പറഞ്ഞു, അതിനുശേഷവും പറഞ്ഞു PMCയുടെ ഭാഗമായി ഞങ്ങൾ ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല എന്ന്. വിശ്വാസം വരാതെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ തന്നെ നേരിട്ട് രാജ്യസഭയിൽ ചോദ്യം ചോദിച്ചു. രാജ്യസഭയിൽ കൃത്യമായി മറുപടി കൊടുത്തു, ഇടതുപക്ഷ സർക്കാർ ഒരു രൂപ പോലും PMCയുടെ ഭാഗമായി കൈപ്പറ്റിയിട്ടില്ല എന്ന്. ഇപ്പൊ BJPയുടെ പ്രതിനിധി പറഞ്ഞു PC പദ്ധതിയുടെ ഭാഗമായി നിങ്ങൾ 96 കോടി രൂപ കൈപ്പറ്റി. തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റായി അദ്ദേഹം പറയുന്നത് എന്താ? SSKയുടെ ഭാഗമായി 96 കോടി രൂപ കൈപ്പറ്റി. SSK എന്ന് പറയുന്നതും PMC എന്ന് പറയുന്നത് രണ്ട് പദ്ധതികളാണ്. SSK എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും വിദ്യാഭ്യാസ നിയമപ്രകാരം അവർക്ക് ലഭിക്കാൻ അർഹതപ്പെട്ട പണമാണ്. ഇതാണ് ഈ BJPയുടെ പ്രതിനിധികളുടെ ഒരു പ്രശ്നം. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഒരു ഔദാര്യമാണ് അന്ന് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവരിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. PMC എന്താണെന്നോ SSK എന്താണെന്നോ അറിയാത്തവർ ഇവിടെ വന്ന് നിന്ന് SSKയുടെ ഫണ്ട് PMC ആയി മാറ്റാനും PMCയുടെ ഫണ്ട് SSK ആയി മാറ്റാനും ഒക്കെ സാധ്യതയുണ്ട്. ഏതായാലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ഒരു സ്കൂളുകൾ പോലും PMCയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നില്ല എന്നും അതുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് പോലും ഇടതുപക്ഷ സർക്കാർ വാങ്ങിയിട്ടില്ല എന്നും ഇടതുപക്ഷ സർക്കാർ PMCയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നും വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. അദ്ദേഹം കേരളത്തിലെ കുട്ടികളോട് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്തുകൊണ്ട് PMCയുടെ ഗുണം കുട്ടികൾക്ക് ലഭിച്ചൂടാ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ചോദിച്ചതിന്റെ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പോ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റോ ഈ ചാനലിലൂടെ ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും. കാരണം അങ്ങനെ ചോദിക്കേണ്ട ഒരു ഗതികേടും ഇടതുപക്ഷ സർക്കാരിന് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം എന്താണ്? 2016 മുതൽ ഏതാണ്ട് 5000 കോടി രൂപയോളം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ചെലവഴിച്ച ഒരു സർക്കാരാണ് നമ്മുടേത്. നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് അവിടുത്തെ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ എന്ന് നമ്മൾ ചില വീഡിയോകളിലൂടെ ന്യൂസ് 18-ലൊക്കെ തന്നെ വന്നിട്ടുള്ള ചില വീഡിയോകളിലൂടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല, ഈ കേരളത്തിൽ ഏതാണ്ട് 45,000 വരുന്ന ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കി മാറ്റിയ സർക്കാർ ആയിരുന്നു ഇടതുപക്ഷ സർക്കാർ. ഈ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ സ്കൂളുകളിൽ AC വെച്ച ലിഫ്റ്റ് വെച്ച ഒരു സർക്കാർ ആയിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അപ്പൊ 2016 മുതൽ ഏതാണ്ട് 5000 കോടി രൂപയോളം ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ കേരളത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളും ഉന്നത നിലവാരത്തിലാക്കി മാറ്റിയ സർക്കാർ ആയിരുന്നു എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ഇവിടെ ആർക്കുമില്ല. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താ ഇവിടെ വിഷയം? ഇവിടെ PMC പദ്ധതിയിൽ ഇടതുപക്ഷ സർക്കാർ ഒരു MOUവിൽ ഒപ്പുവെച്ചപ്പോൾ തന്നെ കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ആളുകൾ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്താ പറഞ്ഞത്? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഡീൽ ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഒപ്പുവെച്ചത്. എന്താ KC വേണുഗോപാൽ പറഞ്ഞേ? RSSന്റെ നയം ഇവിടെ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇനി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള KM ഷാജി എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PMC പദ്ധതി അറബിക്കടലിൽ ഒഴുക്കിവിടും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇനി കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇത് ചവറ്റുകൊട്ടയിൽ കളയും എന്നാണ് പറഞ്ഞത്. അപ്പൊ ചവറ്റുകൊട്ടയിൽ കളയും, അറബിക്കടലിൽ ഒഴുക്കിവിടും, RSSന്റെ നയം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞവര് കഴിഞ്ഞ 70 ദിവസമായി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് 71 ദിവസമായി. PMC പദ്ധതി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് എന്നോ ഞങ്ങൾ PMC പദ്ധതിക്ക് എതിരാണ് എന്നോ എന്നൊരു അക്ഷരം ഇണ്ടാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. എങ്ങനെയാ സർക്കാരിന് അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എടുത്ത മുഴുവൻ നിലപാടുകളിലും ഒന്നുപോലും വിടാതെ എല്ലാ നിലപാടുകളിലും ഇങ്ങനെ മലക്കം മറിയാൻ കഴിയുന്നത്, ഇങ്ങനെ യൂട്ടേൺ അടിക്കാൻ കഴിയുന്നത്, ഇങ്ങനെ നിലപാടില്ലാത്തവരായി മാറാൻ കഴിയുന്നത്? 96 കോടി രൂപ SSKയുടെ ഫണ്ട് വാങ്ങിയിട്ട് ഈ 96 കോടി രൂപ എങ്ങനെയാ PMCയുടെ ഫണ്ടാണെന്ന് പച്ച കള്ളം പറയാൻ പറ്റുന്നത്? ഇത് നടപ്പാക്കിയാൽ എന്ത് രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും കോൺഗ്രസിന് അറിയാം, UDFന് അറിയാം. ആ അപകടം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ലീഗ് ആദ്യം തന്നെ ഇപ്പോൾ എതിർപ്പ് അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ലീഗിന്റെ ഈ ഒരു സമ്മർദ്ദം സ്വാഭാവികമായും ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ വെല്ലുവിളി UDFന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ നേരത്തെ മനീഷ് സൂചിപ്പിച്ചു, നിങ്ങളുടെ സമ്മതിതരായ എല്ലാ നേതാക്കളും ഈ പദ്ധതി ആദ്യം എതിർത്തതാണ്, പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എതിർത്തതാണ്, അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞതാണ്. എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല, പരസ്യമായി പറഞ്ഞിട്ടില്ല. ആ പദ്ധതി നടപ്പാക്കില്ലെന്ന് ആർജവത്തോടെ പറയാൻ ഷമ്മാസിന് കഴിയുമോ? അല്ല, ഇനി സർക്കാർ ആ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ KSU അതിനെ ചോദ്യം ചെയ്യും, അതിനെ എതിർക്കും, അതിനെ എതിർത്ത് പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുമോ ഷമ്മാസ്?
ടോം വളരെ കൃത്യമായി ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ട്. ഇവിടെ മനീഷ പറയുന്നത് കേട്ടാൽ തോന്നും VD സതീശനും ഈ പറഞ്ഞ N ശംസുദ്ദീനും ഒക്കെയാണ് ഈ പറയപ്പെട്ട PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട MOU-യിൽ പോയിട്ട് ഒപ്പിട്ടതെന്നും ആ കരാർ മുഴുവൻ നടപ്പിലാക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിന്റെ ഭാഗമായി ഈ തടഞ്ഞു വെച്ചു എന്ന് പറയപ്പെടുന്ന ഫണ്ടൊക്കെ വാങ്ങിയിട്ട് വന്നതൊക്കെ VD സതീശനാണ്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ തുടക്കം മുതൽ പറഞ്ഞല്ലോ, ഈ അടിസ്ഥാനപരമായ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്ന ഇവരാണ്. ഈ തോന്നിവാസം മുഴുവൻ കാട്ടിക്കൂട്ടിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ ഇതാ VD MOU നിലവിലില്ല ഇപ്പോ. എങ്ങനെ MOU എങ്ങനെയാണ് പിന്നെ ഇസ്മാൻ അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്താൻ വേണ്ടി? പിന്നെ MOU നിലവിലില്ലെങ്കിൽ പിന്നെ എന്തിനാണ് MOU നിലവിലില്ലെങ്കിൽ പിന്നെ എന്തിനാണ് MOU നിലവിലില്ല. MOU നിലവിലില്ലെങ്കിൽ പിന്നെ എന്തിനാണ് CPI-യും ഈ പറഞ്ഞ അന്ന് CPI-യുടെ മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയായ വിനോയ് വിശ്വ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി? എന്തിനാണ് അന്ന് ആ കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്? നിങ്ങളുടെ CPI-യുടെ പാർട്ടി ഓഫീസിനകത്തേക്ക് MN സ്മാരകത്തിനകത്തേക്ക് V ശിവൻകുട്ടി വന്ന് കെട്ടിപ്പിടിച്ചതും ചർച്ച നടത്തിയതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? MOU-ൽ അന്ന് ഇടതുപക്ഷത്തെ ഒരു മന്ത്രി പോലും ഒപ്പിട്ടിട്ടില്ല. അന്ന് വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ടു. ഇടതുപക്ഷത്തിന്റെ മന്ത്രിയല്ലല്ലോ. 22 ദിവസങ്ങൾക്കുള്ളിൽ അത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കത്തെഴുതി. ഇപ്പൊ MOU നിലവിലില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ UDF-ന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി. നിങ്ങളിപ്പോ CPI ആണെങ്കിലും ഈ പറഞ്ഞ AIF ആണെങ്കിലും നിങ്ങളൊക്കെ അന്ന് ഈ പറഞ്ഞ ഞങ്ങൾക്ക് അന്ന് എതിർപ്പുണ്ടായിരുന്നു ഷമ്മാസെ, ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു, ഞങ്ങളത് പ്രകടിപ്പിച്ചു. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഇപ്പോഴത്തെ അഭിപ്രായം പറ. ഞങ്ങൾ അതിനെ വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതിനകത്ത് മോനെ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ KSU ഉൾപ്പെടെയുള്ള ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ UDF ഇങ്ങനെ ഒരു തീരുമാനം എടുത്തോ? UDF ഈ പറഞ്ഞത് വിടൂ ഷമ്മാസ, LDF-ന് വിടൂ. നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ എന്തിനാണെന്നേ, നിങ്ങൾ സ്വന്തം ഭരിക്കുന്ന സമയത്ത് നിങ്ങളൊരു കൂട്ടുകക്ഷി ഭരണം നടത്തുമ്പോൾ ഇല്ലാത്തൊരു ആത്മാർത്ഥതയുടെ ആ ചോദ്യം ഒന്നും തൽക്കാലം ഞങ്ങളുടെ മെക്കിട്ട് ചാരാൻ നിൽക്കണ്ട. നിങ്ങൾ കൂട്ടത്തിലിരുന്നിട്ട് നിങ്ങളെ പറ്റിച്ച് ഈ പറഞ്ഞ ഉഡായിപ്പിന്റെ പരിപാടി നടത്തിയിട്ട് അവസാനം ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞാൻ സാധ്യതയില്ല. അല്ലെന്നേ, മനീഷയാണെങ്കിലും ജിസ്മോനാണെങ്കിലും നിങ്ങളൊക്കെ ഇപ്പൊ ഏതായാലും ഒന്നിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഈ പറഞ്ഞ കൃത്യമാണ് നിങ്ങൾ പരസ്പരം കോൺഗ്രസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. ഒന്നിച്ചത് ഞങ്ങളല്ല, കേരളം ഭരിക്കുന്ന UDF-ന്റെ സർക്കാരും രാജ്യം ഭരിക്കുന്ന RSS-ന്റെ ഗവൺമെന്റുമാണ് ഇപ്പൊ ഒന്നിച്ചിട്ടുള്ളത്. അതാരാ ഒന്നിച്ചെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് നല്ല അതിന്റെ ഫലങ്ങളാണ്. വലിയ നിലപാടൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. കാരണം അധികാരത്തിലേറിയ അന്ന് മുതൽ എടുത്ത നിലപാടുകളെ മുഴുവൻ മലക്കമറിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് എന്താ നിലപാട്? പ്രതിസന്ധിക്കും കാരണക്കാരായ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എല്ലാ ന്യായീകരണങ്ങളും ആയിക്കോട്ടെ, കുറഞ്ഞ പക്ഷം ഈ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങൾക്ക് അതിനകത്ത് തെറ്റുപറ്റിയെന്ന് തുറന്ന് സമ്മതിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും CPM കാണിക്കണ്ടേ? ഈ പറഞ്ഞ V ശിവൻകുട്ടി നേരത്തെ പറഞ്ഞല്ലോ, V ശിവൻകുട്ടി തന്റെ PMC-ക്ക് എന്താ പ്രശ്നം ചോദിച്ചിട്ടുണ്ട്. അറബിക്കടലിലെറിയുന്ന PMC ഇപ്പൊ VD സതീശന്റെ പോക്കറ്റിലാണല്ലോ ഇരിക്കുന്നത്. KM ഷാജിയുടെ ഷർട്ടിന്റെ പോക്കറ്റിലാണ് അറബിക്കടലിലെറിഞ്ഞ PMC ഇരിക്കുന്നത്. ഷമ്മാസ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇടയ്ക്കൊന്ന് കാണണേ. അല്ല, ഞങ്ങളൊന്നും കാണാതെ ഒന്നും പോകുന്നില്ല. തൽക്കാലം നിങ്ങൾ ഈ പറഞ്ഞ ഇങ്ങനെ ന്യായീകരിക്കാൻ മനുഷ്യ നമ്മളൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെന്ന് കരുതി ഇങ്ങനെയൊന്നും ന്യായീകരിക്കരുത്. നോക്കൂ, ഈ സർക്കാർ അധികാരത്തിലേറിയ അന്ന് മുതൽ തുടങ്ങിയ ന്യായീകരണമാണ്. ഈ സർക്കാർ അധികാരത്തിലേറിയ അന്ന് തുടങ്ങിയ ന്യായീകരണമാണ്. അഭിഭാഷകരെ ഹറാമായിരുന്നത് മുഴുവൻ ഹലാലായി മാറിയിരിക്കുന്ന സർക്കാരിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരുന്നോ? അന്നൊരു അക്ഷരം മിണ്ടാത്ത ആളുകൾ ഇന്നിപ്പോ വലിയ വായിൽ വർത്താനം പറയുന്നു. പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് എന്ത് പറയാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ്
അന്ന് പറഞ്ഞത് PMC അറബിക്കടലിൽ എറിഞ്ഞു എന്നാണ്. നേതാക്കളുടെ പേരും അറബിക്കടലിൽ പറഞ്ഞ കഥയൊക്കെ വേറൊരു ചോദ്യം ചോദിച്ചു, എന്തായിരുന്നു ആ ചോദ്യം? എവിടെ PMC അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞിട്ട് എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ഞാനങ്ങനെ പലതും പറയും. നിങ്ങൾ പൊളിറ്റിക്കലായി എടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. താങ്കളുടെ നിലപാടെന്തായിരുന്നു? താങ്കൾ ഈ പറഞ്ഞ താങ്കൾ പ്രസ്ഥാനത്തിന്റെ നിലപാടെന്തായിരുന്നു? ഒരക്ഷരം അതിനകത്ത് മിണ്ടിയോ? ഒരു മിണ്ടാട്ടില്ലാതെ ഈ പറഞ്ഞ ചോദ്യം വന്നിട്ട് അതിന് മുഴുവൻ സപ്പോർട്ട് എടുത്ത് കൈവക്കി നിന്നിട്ട് ഈ ജനങ്ങളെയും സാധാരണക്കാരെയും മുഴുവൻ പറ്റിച്ചിട്ട് ഇപ്പൊ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരുന്നതിനകത്ത് എന്ത് ധാർമ്മികത, എന്ത് ധാർമ്മികത? മംഗലാപുരത്ത് പോയി അവിടെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ കണ്ട് നിങ്ങൾ ഈ മംഗലാപുരത്തിന്റെ കഥയും നിങ്ങൾ ഈ പറഞ്ഞ ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഈ വിഷയത്തിൽ ഉരുണ്ട് പിറങ്ങുമ്പോ ഒരു മറുപടി ഇല്ലാതാകുമ്പോ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. വളരെ കൃത്യമായി ഇതിനകത്ത് ആരാണ് PMC കരാറിൽ MOU എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജനങ്ങളെ ആരും പൊട്ടന്മാരാക്കാൻ കഴിയില്ല. ധാരണാപത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ബോധ്യമൊക്കെ ഇന്നാണ് ജനങ്ങൾക്കുണ്ട്. അതൊന്നും KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും KSUവിന്റെ നിലപാടെന്ന് അറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല സർക്കാരിനെ തിരുത്താൻ KSU ആർജവം കാണിക്കുമോ? ഇനി തിരുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാം. സർക്കാർ അഭിഭാഷക നിയമനത്തിൽ നിങ്ങൾ നിലപാട് പറഞ്ഞപ്പോൾ സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിൽ KSU ഇടപെടേണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. KSU നേതാക്കൾക്ക് കൂടിക്കാഴ്ച നിഷേധിച്ച മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി നിങ്ങൾ പ്രതിഷേധിച്ചാലും ഈ മുഖ്യമന്ത്രി നിങ്ങളെ ഗൗനിക്കുമോ? KSUവിനെ ഗൗനിക്കുമോ? ഷമാസ്, അങ്ങനെയൊന്നുമല്ലല്ലോ ടോം. ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി KSU അഭിപ്രായങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി KSU സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഞങ്ങൾ പാർട്ടി തലത്തിൽ ഇടപെടേണ്ടത് സംസാരിക്കുന്ന വിഷയങ്ങൾ വളരെ കൃത്യമായി ആലോചിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി PMC വിഷയത്തിൽ KSU ഉത്തരവാദിത്തപ്പെട്ട നിലപാട് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ അക്കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള PMC പദ്ധതി നടപ്പിലാക്കുന്നത് കൊടുക്കാറല്ല. അതിനകത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്താണെങ്കിലും ഏറ്റവും ഒടുവിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്ന് പറയാൻ അനുവദിക്കുക. താങ്കൾ ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോ രണ്ടുപേരും കൂടിയിട്ട് നല്ല ഉത്സാഹത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടല്ലോ. ചുരുങ്ങിയ പക്ഷം ടോം ചോദ്യത്തിന് മറുപടി ഉള്ള സമയം എന്താ? കൃത്യമായി ഞങ്ങൾ KSU ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിൽ വിയോജിപ്പ് വളരെ കൃത്യമായി ഞങ്ങൾക്ക് വളരെ കൃത്യമായി ഈ പറഞ്ഞ ഞങ്ങളുടെ ഗവൺമെന്റ് UDF ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുമ്പോൾ എന്തായാലും SFIയും ഈ പറഞ്ഞ അവരുടെ നേതാക്കന്മാരൊക്കെ നിന്നതുപോലെ 10 വർഷം മിണ്ടാതിരിക്കുന്ന സാഹചര്യമല്ല ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളിടത്ത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം. അല്ലാതെ പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് VD സതീശൻ നേതാക്കളുമായി ബന്ധപ്പെട്ടും കൃത്യമായി പറയാൻ ഷമ്മാസ്. കാരണം KSU ഒരു വിഷയത്തിൽ നിലപാട് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്വാതന്ത്ര്യം എന്താണ് എന്ന് അലോഷിയോട് ചോദിച്ചാൽ അലോഷി പറഞ്ഞുതരും. അല്ല അതൊന്നും തൽക്കാലം ഞങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ വരണ്ട. ഞങ്ങളെ സംബന്ധിച്ച് അല്ല ആ പറച്ചിലൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാന KSU കമ്മിറ്റി പ്രസിഡന്റുമായി ചർച്ച നടത്തിയ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ കൂടിക്കാഴ്ചകളൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങളെ അത് ഞങ്ങളുടെ സംഘടനാ വിഷയങ്ങളിൽ ഞങ്ങൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നോ അതിന്റെ ആത്മബന്ധവും ദൃഢത എന്താണെന്നോ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. വളരെ കൃത്യമായി ഞങ്ങൾക്ക് ഈ PMC വിഷയം എന്നല്ല ഏത് വിഷയത്തിലും KSUവിന് അതിൻ്റെതായ രീതിയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നാളെ ഇതുവരെയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഭരണവിലാസം സംഘടനയായിട്ട് അത് SFI പോലെ ഈ പറഞ്ഞ DYFI പോലെ അനങ്ങാതിരിക്കാൻ ഞങ്ങൾ ഇത് കഴിഞ്ഞ ദിവസം ഒരു DYFI നേതാവിന്റെ പ്രസംഗം കിട്ടുക ഞങ്ങൾ 10 വർഷം ഇവിടെ വെറുതെ ഇരിക്കുകയായിരുന്നില്ല, ഈ സർക്കാർ എല്ലാം ഗുണപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ റെസ്റ്റ് എടുത്തതെന്ന് ആ രീതിയിലേക്ക് ഈ പറഞ്ഞ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനം നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കോ. ഞങ്ങൾക്ക് ഈ സർക്കാരിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ ഈ പറഞ്ഞ നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂടെ കൃത്യമായ നിലപാടുകളും സമരങ്ങളും പോരാട്ടങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ സംസ്ഥാനത്ത് ജനവിധിയോടുകൂടി UDF സർക്കാർ അധികാരത്തിൽ വന്നത്. അത് PMC എന്ന് മാത്രമല്ല ഏത് വിഷയത്തിലും തെറ്റായ ഒരു നിലപാടും സമീപനവും സർക്കാർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും തിരുത്തി മുന്നോട്ട് പോകാനുള്ള ബാധ്യത KSU ആയാലും മറ്റേതിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കുമുണ്ട്. ആ ബാധ്യത ഞങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോകും. നാളെ ഇതുവരെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് മാറ്റം വരേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടില്ല. PMC പദ്ധതി നടപ്പിലാക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും നിങ്ങൾ പറയുന്ന വാദം CPM ഇപ്പോൾ പറയുന്ന വാദം ഇതാണ്. ആ പദ്ധതിയിൽ അതായത് MOUയിൽ നിങ്ങൾ ഒപ്പിട്ടെങ്കിലും നടപ്പായില്ല.
ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വാദങ്ങൾ ഉന്നയിക്കാം. ഒപ്പിട്ടത് ഭരണപരമായ പിഴവായിരുന്നുവെന്ന് തുറന്ന് സമ്മതിക്കാൻ CPM തയ്യാറാണോ? UDF ഇന്ന് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അതിന് അടിത്തറയിട്ടത് നിങ്ങളുടെ സർക്കാർ തന്നെയല്ലേ അഡ്വക്കേറ്റ് മനീഷ? ഒരിക്കലുമല്ല ടോം. സർക്കാരുകൾ തുടർച്ചയാണ് എന്നാണ് ഷമ്മാസിനെ പോലെയുള്ള UDFന്റെ പ്രതിനിധികൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരുകൾ തുടർച്ചയാണെങ്കിൽ ഇവർ എന്താ ചെയ്യേണ്ടിയിരുന്നത്? സർക്കാർ 20 ദിവസത്തിനകം മരവിപ്പിക്കുന്നു എന്ന് കത്ത് കൊടുത്തല്ലോ. അതാണല്ലോ അതിന്റെ നിലവിലെ അവസ്ഥ. അവിടെ നിന്നും ഒരു കടുകുമണിയോളമെങ്കിലും PMC പദ്ധതിയിൽ മുന്നോട്ട് ഇടതുപക്ഷ സർക്കാർ പോയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ അവരെടുത്ത നിലപാടാണ് ഇപ്പോൾ LDF സർക്കാർ അന്നെടുത്ത നിലപാടാണ് UDF തുടരുന്നതെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ LDF സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് PMC പദ്ധതി നടപ്പാക്കേണ്ടതില്ല എന്നാണ്. ഏറ്റവും ഒടുവിലെടുത്ത നിലപാട് അങ്ങനെ തന്നെയാണ്. ആ സ്റ്റാറ്റസ് കോങ്കിലും നിലനിർത്താൻ UDF തയ്യാറാവേണ്ടേ? എന്താ തയ്യാറാവാത്തത്? അത് സർക്കാരുകളുടെ തുടർച്ചയാണെങ്കിൽ അവർ അതിനല്ലേ തയ്യാറെടുക്കേണ്ടത്. ഇവിടുത്തെ വിഷയം എന്താ തോന്നിവാസം ഷമ്മാസെ? എന്താ തോന്നിവാസം ഷമ്മാസെ? എന്നിട്ട് ഞങ്ങളത് മരവിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെയ്തേക്കണെന്ന് പറയുന്നത് അത് എവിടുത്തെ മര്യാദയാണ്? അത് ഏത് ന്യായീകരണമാണത്? നിങ്ങളുടെ പാർട്ടി സഖാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഞങ്ങൾ പോട്ടെ, കേരളത്തിൽ ന്യൂസൈറ്റിന്റെ ചർച്ച നടന്ന സാധാരണക്കാരായ ആളുകൾ പോട്ടെ, നിങ്ങളുടെ സ്വന്തം പാർട്ടി സഖാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഷമ്മാസിന് ഞാൻ പറയുന്നത് കേൾക്കണമെങ്കിൽ ഞാൻ പറയാം. മനീഷ പറയട്ടെ. CPMന്റെ വാദങ്ങൾ സ്വാഭാവികമായും പറയേണ്ട ഉത്തരവാദിത്വം മനീഷയ്ക്കുണ്ടല്ലോ. അതെങ്ങനെ എന്നെ പറയാൻ ഷമ്മാസ് അനുവദിക്കുക? ഷമ്മാസിന് അത് പറയാൻ അനുവദിക്കാൻ കഴിയില്ല. അതാണ് അതിന്റെ വസ്തുത. നോക്കൂ, PMC പദ്ധതി ഒരു MOയിലൂടെ നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതിയല്ല. PMC പദ്ധതിയിൽ 4 ക്രൈറ്റീരിയാസ് പാലിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ ഒരു നടപടിക്രമം മാത്രമായിരുന്നു ഒരു ധാരണാപത്രം ഒപ്പുവെക്കുക എന്നുള്ളത്. ആ ധാരണാപത്രം ഒപ്പുവെച്ച് 20 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് ഞങ്ങൾക്കിനി നടപ്പാക്കാൻ പറ്റില്ല എന്ന നിലപാട് കൃത്യമായി ക്യാബിനറ്റ് കൂടിയെടുത്ത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ച ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അതിനുള്ള ധൈര്യം ഈ സർക്കാർ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം എടുക്കേണ്ട ഒരു നടപടികളും സ്കൂളുകളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്, സ്കൂളുകളിൽ ലിസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്, അത് അപ്രൂവൽ നൽകേണ്ടതുണ്ട്, സ്പെഷ്യൽ ഇൻസ്പെക്ഷൻ നടത്തേണ്ടതുണ്ട്. ഇതൊന്നും ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയിട്ടില്ല എന്നുള്ള വസ്തുത ഇടതുപക്ഷ സർക്കാരും പിന്നീട് ഇപ്പോൾ ജെബി മേത്തർ, ഇവരുടെ തന്നെ MP ആയിട്ടുള്ള ജെബി മേത്തറും അബ്ദുൾ വഹാബും ഒക്കെ രാജ്യസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൃത്യമായി മറുപടി നൽകിയിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ആ പദ്ധതിയിൽ മുന്നോട്ടില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്. എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. എന്താണ് PMC പദ്ധതിയിൽ UDFന്റെയും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നിലപാട് എന്ന് ചങ്കുറപ്പോടുകൂടി ഉറക്കെ പറയാൻ എന്തുകൊണ്ട് 71 ദിവസം പിന്നിടുമ്പോഴും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, നമ്മൾ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 71 ദിവസം പിന്നിടുമ്പോൾ ഈ സർക്കാർ എടുത്ത നിലപാടുകളെല്ലാം ഒന്നൊന്നായി പരിശോധിക്കണം. യഥാർത്ഥത്തിൽ ഇന്ന് ന്യൂസ് 8 എന്താ ചർച്ച ചെയ്യേണ്ടതെന്നറിയോ? അന്ന് സർക്കാർ പറഞ്ഞ നിലപാടുകളും ഇന്ന് സർക്കാർ മലക്കം മറിയുന്ന നിലപാടുകളും കൂടി ചർച്ച ചെയ്താൽ യഥാർത്ഥത്തിൽ വ്യൂവർഷിപ്പ് കൂടുക ചെയ്യുക. കാരണം അത്രക്കുണ്ട് കാണാൻ. VD സതീശൻ അന്ന് എടുത്ത നിലപാടുകൾ എന്താണ്, ഇന്ന് വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ എന്തിനു പറയണം? ലൈഫ് പദ്ധതി എടുക്കാലോ. ലൈഫ് പദ്ധതിയിൽ സർക്കാരിന്റെ ലോഗോ പോലും വെക്കുന്നത് ശരിയല്ല. ഞങ്ങൾ അങ്ങനെ വെക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ലോഗോ പോലും വെക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ പറയുന്നത് എന്താ? ഒരു ചെറിയ ലോഗോ ഒക്കെ ആവാം എന്നാണ്. തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ തൊഴിലാളികൾക്കെതിരാണ് എന്ന് പറഞ്ഞവർ ഇപ്പോഴെന്താ പറയുന്നത്? ഇത് തൊഴിലാളി അനുകൂല നിയമമാണെന്നാണ് പറയുന്നത്. അതായത് ഇന്നലെ അവർ പറഞ്ഞ നിലപാടുകൾ അവർക്കെല്ലാം ഹറാമായിരുന്നുവെങ്കിൽ ഇന്ന് അതെല്ലാം ഹലാലായി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ അത്ഭുതകരമായ ഒരു കാഴ്ച നമുക്ക് UDFന്റെ ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടി കഴിയും. നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ KM ഷാജിയുടെ പ്രസ്താവന മാത്രം ചർച്ച ചെയ്താൽ മതിയല്ലോ. സർക്കാർ ഒരു MOയിൽ ഒപ്പുവെച്ചിട്ട് പിന്നീട് ഈ നിലപാടുമായി മുന്നോട്ട് പോകുന്നില്ല മലക്കം മറിച്ചു നിന്നാണ്. അതോ ഇത് ഇടത് സർക്കാരിന്റെ ഭരണപരമായ വീഴ്ചയുടെ തുടർച്ചയാണ്? നമുക്കറിയാം, ഈ PMC പദ്ധതിയിൽ കേരളത്തിന്റെ മതേതര വിദ്യാഭ്യാസ നയത്തിന് ഭീഷണി ഉണ്ടെന്ന് തെളിയിക്കുന്ന, അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് അത് തെളിയിക്കാൻ കഴിയുന്ന എന്തൊക്കെ വ്യവസ്ഥകളാണ് ആ പദ്ധതിയിൽ ഉണ്ടായത്? നിങ്ങൾ അതിനെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു ജിസ്മോൻ? ഞങ്ങൾ പ്രധാനമായി ഇപ്പൊ അതിനു മുമ്പ് ഞാനൊരു ചെറിയ ഒരു കാര്യത്തിന് മറുപടി പറയാതിരിക്കാൻ ഞങ്ങൾക്ക് ശരിയല്ല എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ യുവമോർച്ചയുടെ പ്രവൃത്തി പറയുണ്ടായി. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മകൾ വിദേശത്ത് പഠിച്ചു എന്നുള്ളത്. അവരിവിടെ പൊതുവിദ്യാലയത്തിന്റെ ഭാഗമായി പഠിച്ചവരാണ്. അവർ സ്കോളർഷിപ്പ് കിട്ടിയതിനു ശേഷം പഠനത്തിൽ മികവ് പുലർത്തിയതിന്റെ പേരിൽ സ്കോളർഷിപ്പ് കിട്ടിയതിനു ശേഷം നമ്മളതിനെല്ലാം സ്വാഗതം ചെയ്യുന്നതാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലും വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ തെറ്റായി BJPയും അതുപോലെ തന്നെ കോൺഗ്രസും എല്ലാം പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനത് ഈ അവസരത്തിൽ ഒന്ന് സൂചിപ്പിച്ചത് മാത്രമാണ്. പിന്നെ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളത് സൂചിപ്പിക്കുന്നത് ഈ പദ്ധതിയുടെ അപകടം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ്.
നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പൈലറ്റ് പ്രോജക്റ്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പൊ BJP-യുടെ അല്ലെങ്കിൽ യുവമോർച്ചയുടെ പ്രതിനിധിയുടെ നിന്ന് പറയുകയുണ്ടായി, PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഇപ്പോൾ ഒപ്പിട്ടാൽ, UDF ഒപ്പിട്ടാൽ ഇനി 7 മാസം കൂടിയാണ് ഇത് അവശേഷിക്കുന്നത്. 7 മാസം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ തുച്ഛമായ ഫണ്ടാണ്. ആ തുച്ഛമായ ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരുപക്ഷെ എല്ലിൻ കഷ്ണം ഇട്ടുകൊടുത്ത് വലിയ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് BJP-യും കേന്ദ്ര സർക്കാരും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തില് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി PM-ശ്രീ പദ്ധതി നടപ്പിലാക്കി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ഫണ്ട് കൊടുക്കും എന്ന് പറയുന്ന പല സാഹചര്യങ്ങളും എല്ലാ സ്കൂളുകളും അച്ചീവ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ പൊതുവിദ്യാലയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ നോംസ് അനുസരിച്ച് അതിനേക്കാൾ മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ് എന്തായാലും അഖില്, സ്വാഭാവികമായും പല ചോദ്യങ്ങൾക്കും താങ്കൾക്ക് മറുപടി ഉണ്ടാകും. ഈ പദ്ധതിയിൽ രാഷ്ട്രീയമില്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ ഇത്ര അധികം എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് അഖിൽ? ഇതിലെ എതിർപ്പ് രാഷ്ട്രീയമാണ് കേട്ടോ. ഞാൻ ചില കാര്യങ്ങൾക്ക് മറുപടി പറയും. മനീഷ പറഞ്ഞത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ അങ്ങനെ കെട്ടിപ്പടുർത്തി ഞങ്ങൾ ലിഫ്റ്റ് വെച്ചു എന്നാണ്. പക്ഷേ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ നിവർത്തിയില്ലാതെ ടീച്ചർമാർ പിരിവെടുക്കുകയും അവരുടെ കയ്യിൽ നിന്നും കടമെടുത്തും കയ്യിലുള്ള ആഭരണങ്ങൾ പണയം വെച്ചും കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുത്ത നാടാണെന്നു കേരളം എന്ന കാര്യം മനീഷ ചിലപ്പോൾ മറക്കുന്നുണ്ടാവും. മനീഷ ചിലപ്പോൾ CBSE സ്കൂളിലായിരിക്കും പഠിച്ചത്, അതുകൊണ്ട് ചിലപ്പോൾ അത് മനസ്സിലാക്കാതെ പോയതായിരിക്കും. പിന്നെ മനീഷ പറഞ്ഞൊരു കാര്യമുണ്ട്, ശിവൻകുട്ടി ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് PM-ശ്രീ വരുന്ന ഉണ്ടായിരിക്കും. മനീഷ ഞാൻ പറയുന്ന കേക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പൊതുവിദ്യാഭ്യാസ മേഖല എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത്? പ്രശ്നം വല്ലതും ഉണ്ടോ എന്നാണ് മനീഷ ഇവിടെ നേരത്തെ ചോദിച്ചെന്താ. എവിടെയെങ്കിലും ശിവൻകുട്ടി സഖാവ് അങ്ങനെ പറഞ്ഞു? ശിവൻകുട്ടി സഖാവേ പറഞ്ഞോളൂ, ഈ കേരളത്തിലെ PM-ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയാൽ കേരളത്തിലെ കുട്ടികൾക്ക് മികച്ചതാണ് എന്ന് ആ മനുഷ്യൻ വൈകി വന്ന ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും പോയി MOU എങ്കിലും ഒപ്പിട്ട് കിട്ടാനുള്ളതെല്ലാം വാങ്ങി എടുത്ത് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ഒന്ന് രക്ഷിക്കണമെന്നുള്ള ഒരു ചിന്തയോട് പോയി. പക്ഷേ ജസ്മോൻ്റെ പാർട്ടിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം സ്കോളർഷിപ്പ് കിട്ടി പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കരുത് എന്നുള്ള ഒരു ഗൂഢമായ നീക്കം CPI-ക്കാർ ഏതോ ഒരു തൽപര കക്ഷിയുടെ കൂട്ടുചേർന്ന് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ PM-ശ്രീ നടപ്പിലാക്കാതെ പോയത്. പിന്നെ മനീഷ പറയുന്നുണ്ട് കേരളത്തിലെ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ വലിയ അന്തർധാരയാണ്, സഹായകമാണെന്ന്. ഞങ്ങൾ നിങ്ങളെയും സഹായിച്ചിട്ടുണ്ട്, നിങ്ങളെ സർക്കാരിനെയും സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള വിദ്വേഷം കേരളത്തോടില്ല. കേന്ദ്ര സർക്കാർ കേരളത്തെ എല്ലാ കാലത്തും സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മരുമോൻ മന്ത്രി നേരത്തെ കേരളത്തിലെ നാഷണൽ ഹൈവേകൾ നല്ല മികച്ചതാണെന്ന് പോകുമ്പോൾ വലിയ വെള്ളിക്കിണ്ടിയുമായി നിതിൻ ഗഡ്കരിയെ പോയി കണ്ട് വാങ്ങിയ പദ്ധതികളുടെ പേര് അങ്ങ് ചിലപ്പോൾ ഓർമ്മയിൽ എടുക്കാൻ മറന്നു പോകുന്നതുകൊണ്ടായിരിക്കും. ഞാൻ എന്തുകൊണ്ടും ഇത് PM-ശ്രീ കേരളത്തിൽ വേണമെന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ മക്കളും നല്ല രീതിയിൽ പഠിക്കണമെന്ന ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് ആവർത്തിച്ച് പറയുന്നത്. പിന്നെ എല്ല് കഷ്ണം കിട്ടിയതാണ് എന്നാണ് ജസ്മോൻ പറഞ്ഞത്. 2022 സെപ്റ്റംബർ 5-ാം തീയതി അധ്യാപക ദിനത്തിലാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ പദ്ധതി രാജ്യത്ത് പ്രഖ്യാപിക്കുന്നത്. എന്തേ 2026 മാത്രം ഒരു MOU ഒപ്പിടാൻ വേണ്ടി കേരളത്തിലെ അധികാരത്തിലുണ്ടായിരുന്ന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ കാത്തിരിക്കേണ്ടി വന്നു? അത് രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ ഗുണം ലഭിച്ചാൽ അത് കേരളത്തിലെ BJP-ക്ക് ഗുണമുണ്ടാകുമെന്ന ഒരു ഇടുങ്ങിയ ചിന്താഗതി കേരളത്തിൽ ഇടതുപക്ഷക്കാർക്കും CPI-ക്കാർക്കും CPM-കാർക്കും ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾ ആ പദ്ധതി നടപ്പിലാക്കാതെ. 2022 സെപ്റ്റംബർ 7-ാം തീയതി കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയ PM-ശ്രീ പദ്ധതി 2026 ഒരു MOU ഒപ്പിടുന്നത് വരെ കാലതാമസപ്പെടുത്തിയ 4 വർഷം കൊണ്ട് കേരളത്തിലെ കുട്ടികൾക്ക് PM-ശ്രീ മുഖാന്തരം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയതിന് എന്തു മറുപടിയാണ് യുവജന സംഘടനയുടെ AYF-ന്റെ സംസ്ഥാന സെക്രട്ടറി ജസ്മോന് ഈ കേരളത്തിലെ വിദ്യാർത്ഥികളോടും കേരളത്തിലെ യുവാക്കളോടും കേരളത്തിലെ രക്ഷിതാക്കളോടും പറയാനുള്ളത്? നാണവും മാനവും ഉണ്ട്, ലേശം ഉണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞ് ഈ സർക്കാരെങ്കിലും അത് നടപ്പിലാക്കാൻ തീരുമാനമെടുത്താൽ അതിനെ പിന്തുണയ്ക്കാണ് വേണ്ടത്. നിങ്ങൾ കാരണം 4 വർഷമാണ് കേരളത്തിലെ കുട്ടികൾക്ക് PM-ശ്രീ ആനുകൂല്യം ലഭിക്കാതെ പോയത്. നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം കൊണ്ട്. പിന്നെ അതാണ് നിങ്ങൾ AYF-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ 4 വർഷമായി ഈ PM-ശ്രീ പദ്ധതിയെ അത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾ അതിൽ എതിർപ്പ് എന്താണ് കാണുന്നത്? അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ജസ്മോനെ? നിങ്ങൾ അതൊന്ന് വായിക്ക്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കി നിങ്ങൾ അതിൽ പറയും. നിങ്ങൾ അത് വായിച്ചു നോക്കി നിങ്ങൾ അതിൽ പറയും. എന്ത് എതിർപ്പാണ് PM-ശ്രീ പദ്ധതി പ്രകാരം? നല്ല ക്ലാസ് റൂമിൽ വരുന്നതാണോ CPI-ക്കും AYF-നും എതിർപ്പ്? കുട്ടികൾ സ്മാർട്ട് ക്ലാസ് റൂമിൽ പഠിക്കുന്നതാണോ എതിർപ്പ്? കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതാണോ? സ്മാർട്ട് ക്ലാസ് റൂമിൽ പഠിക്കുന്നതാണോ? നല്ല ഇൻഫ്രാസ്ട്രക്ചറിലും നല്ല
ലൈബ്രറിയിൽ ഇരിക്കുന്നതാണോ, നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതാണോ, കുട്ടികൾക്ക് നല്ല സ്കോളർഷിപ്പും പഠനത്തോടൊപ്പം തന്നെ നല്ല തൊഴിലും ലഭിക്കുന്നതാണോ ഈ AYFA നിരാശപ്പെടുത്തുന്നത്? നിങ്ങളെപ്പോലെ ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി നിങ്ങൾ വളച്ചുകെട്ടിയ വളവിന്റെ ആ വിളയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഞാൻ ചോദിക്കുന്നത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കി ഒരു മാനദണ്ഡം സർക്കാർ രണ്ട് പക്ഷവും, അതായത് LDFും UDFും ഇതുമായി ബന്ധപ്പെട്ട പല വാദഗതികളും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സമയപരിമിതി മൂലം ചുരുക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് അഡ്വക്കേറ്റ് ജിസ്മോൻ, അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ, മുഹമ്മദ് ഷമ്മാസ്, AS അഖിൽ എന്നിവർക്ക് പ്രത്യേകം നന്ദി. ഇന്നത്തെ PD പോൾ ചോദ്യം ഇതായിരുന്നു: PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലീഗിന് മുന്നിൽ കോൺഗ്രസ് വഴങ്ങിയെന്നായിരുന്നു. 67% പേർ വഴങ്ങിയെന്നും 29% പേർ വഴങ്ങിയില്ലെന്നും അഭിപ്രായം രേഖപ്പെടുത്തി. 4% പേർ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും രേഖപ്പെടുത്തിയുമില്ല. രാഷ്ട്രീയത്തിൽ സാഹചര്യങ്ങൾ മാറാം, എന്നാൽ നയങ്ങളും നിലപാടുകളും മാറുമ്പോൾ അതിന് വ്യക്തമായ വിശദീകരണം നൽകേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുണ്ട്. PM ശ്രീയിൽ ഇനി എന്ത് തീരുമാനമെടുത്താലും അത് UDFന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. മന്ത്രിസഭാ ഉപസമിതിയുടെ നിലപാട് എന്തായാലും കോൺഗ്രസിനും ലീഗിനും നിർണായകമാകും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.